യൂസർ ക്യാമറ നോക്കുന്നുണ്ടോ? അത് നല്ല ക്വാളിറ്റിയുള്ള ക്യാമറാസ് ചെറിയ ബഡ്ജറ്റിൽ ഞാനിപ്പോൾ നമ്മുടെ മുക്കത്തുള്ള ഡി ക്യാമിലാണ് നമ്മുടെ അതിലെടുത്ത് അതിൽ നമ്മളെ കൂടെ ഉണ്ട്. അതിലെ എന്തൊക്കെയാണ് ഇപ്രാവശ്യം നമുക്ക് കുറെ ക്യാമറ ഉണ്ടല്ലേ? ഉണ്ട്. ചെറിയ ക്യാമറസ് ഉണ്ടോ? ചെറിയ ക്യാമറ ഉണ്ട്, വലിയ ക്യാമറ 10 രൂപ കൊടുക്കുന്ന ക്യാമറ DSLR ഉണ്ട്. DSLR ഉണ്ട്. കുറെ സാധനങ്ങൾ നമ്മൾ നിരത്തിയാണ് വെച്ചിട്ടുണ്ട്. ബോക്സ് പീസ് സാധനങ്ങളുണ്ട്, ബോക്സ് ഇല്ലാത്തതുണ്ട്, വാറണ്ടി ഉള്ളത് ഇല്ലാത്തതുണ്ട്. എന്താ നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. എന്നാലും 10,000 രൂപയുള്ള ക്യാമറസ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്? നമുക്ക് അവിടെ തന്നെ തുടങ്ങാല്. ഏത് ബ്രാൻഡിലാണ് വരുന്നത്? നിക്കോണിലാണ് വരുന്നത്. നിക്കോൺ 10,000 താഴെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാണ്ട് കേട്ടോ. സാധനം കുറെ 3100 ലിമിറ്റഡ് സ്റ്റോക്ക് ഉള്ളൂ ഈ ലോ ബഡ്ജറ്റിലുള്ളത്. ഇത് നിക്കോണിന്റെ 3100 പറഞ്ഞ മോഡലാണ്. ഇത് കിറ്റ് ലെൻസ്, ബാറ്ററി ചാർജർ എല്ലാം കൂടി അടക്കം 8,000 രൂപയ്ക്ക് കൊടുക്കാം. 8,000 രൂപയ്ക്ക് ഫുൾ കിറ്റ് സാധനം, ബാഗ് അടക്കം. 8,000 രൂപയ്ക്ക് ഒരു ക്യാമറ എടുത്ത് ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ആൾക്ക് പഠിക്കാൻ പറ്റിയൊരു സാധനം. DSLR ആണ്. DSLRന്റെ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ പഠിച്ച് ആദ്യം ഒന്ന് പഠിക്കുക, പിന്നെ വലുത് അപ്ഗ്രേഡ് ചെയ്യാന്ന്. ക്യാമറ എന്ത്, ലൈറ്റിംഗ് എന്ത് ഒക്കെ പഠിക്കാനല്ലേ പറ്റിയ സാധനം. DSLR എപ്പോഴും ലൈറ്റിങ്ങിന് കുറച്ച് കാര്യം പഠിക്കണമെങ്കിൽ മിറർലെസ്സിനാണ് നല്ലത്. DSLR എടുത്ത് പഠിക്കുന്നതല്ലേ. ഇനിയിപ്പോ ഇതിൽ നല്ല ലെൻസസ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പിക്ചേഴ്സും എടുക്കാൻ പറ്റും. ഇതിപ്പോ 8,000 രൂപ. 8,000 രൂപ. 10ന്റെ ഏതാ സാധനം? 10ന്റെ ആണ് നമ്മള് 3200 പറഞ്ഞ 24 മെഗാ പിക്സൽ സെൻസർ ഉണ്ട് ഇതിന്. 24 വരുന്നുണ്ട്. ഇത് നമുക്ക് ബാറ്ററി, ബാഗ്, കിറ്റ് ലെൻസ് എല്ലാം അടക്കം 10,000 രൂപയ്ക്ക് കൊടുക്കാം. 10,000 രൂപ അല്ലേ? ഇതിന് വേറൊരു പ്രത്യേകത പറഞ്ഞാൽ ഈ ഒരു ബഡ്ജറ്റില് മൈക്ക് ഇൻപുട്ട് വരുന്ന ഒരു ക്യാമറ, വീഡിയോ എടുക്കാനും പറ്റുമോ? ലൈവ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറയാണ്. 10,000 രൂപ ക്യാമറ അല്ലേ? അത് നമുക്ക് സ്റ്റോക്ക് ഉണ്ടാവും. ഒരു 3 പീസ് ഉണ്ടാവോ? 2 പീസ് ഉണ്ട്. ഇത് ലോ ബഡ്ജറ്റിൽ നമുക്ക് പെട്ടെന്ന് സംഭവം സ്റ്റോക്ക് ഇവിടെ വരും ചെയ്യും. അതിനനുസരിച്ച് പെട്ടെന്ന് പോവുകയും ചെയ്യും. നമ്മളെന്താ ഒന്നാമത് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കിട്ടുന്നതിനെ കൊണ്ട് വരുന്ന അപ്പൊ തന്നെ പോകുന്നതാണ്. അപ്പൊ നിങ്ങൾ ഒന്നെങ്കിൽ നമ്പർ വാങ്ങിക്കുക, എപ്പോഴും കോൺടാക്ട് ചെയ്തോണ്ട് നിൽക്കുക. നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്താ വെച്ചാല് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ കുറെ ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്. കുറെ മെസ്സേജ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്താ വെച്ചാല് കോൾ ചെയ്യാം. അത് 2-3 നമ്പർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതേമാതിരി ഞാൻ ഇവരെ ID താഴെ മെൻഷൻ ചെയ്യാം. അപ്പൊ നമ്മൾ എന്നിട്ട് ഏതെങ്കിലും സ്റ്റോക്ക് വന്നാൽ അപ്പൊ സ്റ്റോർ ഇടുന്നതാണ്. അപ്പൊ പെട്ടെന്ന് നമുക്ക് കോൾ ചെയ്തിട്ട് സാധനം കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ. അടുത്തതാണ് പറഞ്ഞാല് ഇതിപ്പോ ഒക്കെ ഒരു ബഡ്ജറ്റുള്ളത് 3.3 വരുന്നത്. ഇത് പക്ക ഫ്രഷ് കണ്ടീഷൻ. ആകെ 2,000-2,500 ഷട്ടർ അടിച്ചിട്ടുള്ളൂ. അത്ര ഫോട്ടോ എടുത്തിട്ടുള്ളൂ ഇതിനോട്. ഇത് ഫുൾ കിറ്റ്, അതായത് കിറ്റ് ലെൻസ്, ബാറ്ററി ചാർജർ, ബാഗ്, സ്ട്രാപ്പ് എല്ലാം അടക്കം നമുക്കൊരു 15,000 കൊടുക്കാം. 15,000 രൂപയ്ക്ക് 15,000 രൂപ കേട്ടോ. ഇതും പറയുകയാണെങ്കിൽ ഇതിലും മൈക്ക് ഇൻപുട്ട് വരുന്നുണ്ട്. നിക്കോണിന്റെ ഒരു സാധനത്തിലൊക്കെ വരുന്നുണ്ടല്ലേ? ഇല്ല, ഈ ബഡ്ജറ്റിൽ ഇതിന്റെ തൊട്ട് അടുത്ത മോഡലിലേക്ക് വരുമ്പോ ഇതിന്റെ മൈക്ക് ഇൻപുട്ട് ഒഴിവാക്കി. ഇത് 24 മെഗാ പിക്സലാ വരുന്നത്. അടുത്ത മോഡലാണ് 3400. ഇതും അത്യാവശ്യം നല്ല പിക്ചർ ക്വാളിറ്റി ഉള്ള ഒരു സാധനമാണ്. ഇത് ഇപ്പൊ പറഞ്ഞാലൊക്കെ നമുക്ക് വീഡിയോയും കൂടി എടുക്കാൻ പറ്റുന്ന മോഡലാണ്. അപ്പോ ഇത് നമുക്ക് മൊത്തം സെറ്റ് അടക്കം ഒരു 18,500 കൊടുക്കാം. ഇത് 1,200 ഫോട്ടോ എടുത്തിട്ടുള്ളൂ. 1,200 ഫോട്ടോ എടുത്തു. ഇതേ ക്യാമറ എങ്ങനെ വാങ്ങണോ അതേപോലെ. ഇതിന്റെ കൂടെ ലെൻസ്, കിറ്റ് ലെൻസ് ഉണ്ടാവില്ലേ? ഫുൾ സെറ്റ് അടക്കാം. കിറ്റ് ലെൻസ് അല്ലാണ്ട് അതിനെക്കാളും കുറച്ചൊരു അപ്ഡേറ്റ് ലെൻസ് ആണെങ്കിൽ റൈറ്റ് അടിച്ച് ഇവിടെ നമുക്ക് ഏത് ലെൻസ് റൈറ്റിൽ ചെറിയ കൊടുക്കാം. അപ്പൊ അത് അങ്ങനെയും ചെയ്തു തരാൻ പറ്റും. കസ്റ്റമർക്ക് എങ്ങനെ വേണമെങ്കിലും അതിനെ കസ്റ്റമൈസ് ചെയ്ത് എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അടുത്ത് ഇത് പിന്നെ ഇത് നിക്കോണിന്റെ 5200 5000 സീരീസിൽ വരുന്ന ഒരു മോഡലാണ്. ഇതിന് ഫ്ലിപ്പ് ഡിസ്പ്ലേ വരുന്നത്. അതുപോലെ തന്നെ മൈക്ക് ഇൻപുട്ട് ഉണ്ട്, HDMI ഔട്ട് ഉണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് കുറച്ച് വീഡിയോയ്ക്ക് കുറച്ചും കൂടി പ്രാധാന്യം കൊടുത്തത്. അത് ഫോട്ടോസിന് ഇമ്പോർട്ടൻസ് ആണ്. ഇത് വീഡിയോയ്ക്ക് കുറച്ചും കൂടി. ഇതില് നമുക്ക് ഫ്ലിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ലോവർ ഷോട്ടും കാര്യങ്ങളും 360 ടിൽറ്റിങ്ങും റൊട്ടേഷനും ഒക്കെ വരുന്നതാണ്. ഇത് നമുക്ക് ഒരു 16,500 ചെയ്ത് കൊടുക്കാം. 5200 ആണ്. അപ്പോ നമ്പർ ഞാൻ കൊടുക്കാം, പെട്ടെന്ന് വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടോ സാധനം. അതിന്റെ തൊട്ടടുത്ത മോഡലാണ് 5300. 53 വൈഫൈ ആണോ? 53 വൈഫൈ അതിന് വൈഫൈ വരുന്നില്ല. പക്ഷെ വൈഫൈന്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ ഒരു ആവശ്യമില്ല. ഇതിപ്പോ ലോവർ ബഡ്ജറ്റ് എടുത്താലും OTG കണക്ട് ചെയ്ത് അതിന് 30-40 രൂപ എടുത്താൽ അല്ലെങ്കിൽ ഒരു റീഡർ വാങ്ങിയാൽ ഇത് കമ്പനി എന്താ വെച്ചാല് സാധനത്തിന് വില കൂട്ടാൻ വേണ്ടി കൊടുക്കുന്ന ഫീച്ചറാണ് അതൊക്കെ. നമ്മളല്ലാണ്ട് അതെ പേരിന് കൊടുക്കുന്നതാണ്. അടുത്ത് ഇത് 5300 ആണ്. ഇത് നമുക്കൊരു 19 രൂപയ്ക്ക് എടുക്കാം. 19,000 രൂപ. ഈ ലെൻസ് ഒക്കെ അതിന് പറ്റുമോ? ഇതെല്ലാം പറ്റും. ഇത് 70-200 ലെൻസ് ആണ്. നമുക്ക് ഒരു വൈൽഡ് ലൈഫിൽ തുടങ്ങാൻ വേണ്ടി 200 ബേർഡിനൊക്കെ പറ്റൂലേ? അത് ടാമറോണിന്റെ അത്യാവശ്യം നല്ല ലെൻസാ.
അവ എന്ത് വേറെ ലെൻസിന്? ഇത് നമുക്ക് ഒരു ഓഫറിൽ അങ്ങോട്ട് കൊടുക്കാം. ഈ വീഡിയോ കണ്ടിട്ട് വിളിക്കുന്ന ആൾക്ക് 7200 ഒരു 15 കൊടുക്കാം. 15,000. അപ്പൊ അയാൾക്ക് ഒരു ബോഡി എടുക്കണം. ബോഡി എടുക്കാം. അപ്പൊ എങ്ങനെയാവും? ഏത് ബോഡി എടുക്കാം? നീ പറഞ്ഞെങ്കിൽ നല്ലൊരു ബോഡി ഏതാ? ഫോട്ടോഗ്രാഫി ഏറ്റവും ലോയിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 3.1 തന്നെ കൊടുക്കാം. 8,000 രൂപ. അത് 8,000 രൂപ കിറ്റ് ലെൻസ് എടുക്കാം. അല്ലാതെ നമുക്ക് ഒരു 6,000 രൂപയ്ക്ക് കൊടുക്കാം. അപ്പൊ 6,000 ഇതും 15,000 ഇതും 21,000 രൂപയ്ക്ക് അത്യാവശ്യം വൈൽഡ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യാം. ബേർഡ് ഫോട്ടോഗ്രാഫി സ്റ്റാർട്ട് ചെയ്യാൻ. അതെ, അത്യാവശ്യം നല്ല എടുക്കാം. ഓക്കെ, അതേമാതിരി നമുക്ക് ഇങ്ങനെ നീങ്ങോട്ട് വരാം. പിന്നെ അത് 3.5 പറഞ്ഞ നമ്മള് 3.4 കണ്ടല്ലോ, അതിന്റെ അത് കഴിഞ്ഞിട്ട് ലേറ്റസ്റ്റ് വേർഷൻ ആണ്. ഇത് നമുക്കൊരു 20,000 രൂപയ്ക്ക് കൊടുക്കാം. 20,000 ഫുൾ കിറ്റ് അടക്കം. ഇപ്പോഴും റിലീസ് ഉള്ള മോഡൽ അത്. നല്ല പിക്ചർ ക്വാളിറ്റി ആണ്, അടിപൊളി പിക്ചർ ആയിരിക്കും. ഇത് പിന്നെ 5.6 ആണ്. 5.6 വെറും 540 ഫോട്ടോ എടുത്തിട്ടുള്ളൂ ആകെ. വാങ്ങിയിട്ട് യൂസ് ചെയ്തില്ല എന്ന് തന്നെ പറയാം. എല്ലാരും മിറർലെസ്സിലേക്ക് കടന്നതിനെ കൊണ്ട് ഒറ്റ കാരണം കൊണ്ടാണ് ഇതൊക്കെ ഇവിടെ കിടക്കുന്നത്. ഇത് നമുക്ക് ഒരു 32 കൊടുക്കാം. ഇത് ടച്ച് ഉണ്ട്, ഫ്ലിപ്പ് ഉണ്ട്. പക്ഷെ ഇത് കാണാൻ ഒരു മിറർലെസ് ലുക്ക് ഉണ്ടല്ലോ അല്ലേ? അതായത് നമ്മളെ കനോണിൽ M50 ഒക്കെ വരില്ലേ, ആ ഒരു ഇതിലേക്ക് വരും. അതായത് മിറർ ഉള്ളതാണെങ്കിൽ കൂടിയിട്ട് വെയിറ്റ് ഭയങ്കര കുറവായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 200 Mark II ഒക്കെ അതെ, ആ ഒരു ഫീച്ചറിൽ വരും. ആ ലെൻസുകളൊക്കെ 300. അതായത് ഇത് ഇതിന്റെ 70-300 പറഞ്ഞ മോഡലാണ്. ഇത് 18-105. ഇത് നമുക്ക് സൂം ചെയ്തെടുക്കാൻ പറ്റണതാണ്. ഇത് ഏകദേശം ഒരു 8,500-9,000 ലെൻസ് ഉണ്ട്. അതോ ഇത് നമുക്ക് 18-105 പറയും. അതായത് നമുക്ക് വൈഡും കിട്ടും, സൂമും അത്യാവശ്യം ഡെലിയും കിട്ടും. രണ്ടും കൂടി ഇത് ചെയ്ത ഒറ്റ ലെൻസ് മതി. ഇത് നമുക്കൊരു 6,000 മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. ഈ ലെൻസ് ഏതാണ്? ഇത് സിഗ്മാന്റെ 85 എന്ന് പറഞ്ഞ മോഡലാണ്. 1.4 അപ്പറേച്ചർ വരുന്നത്. നമുക്ക് ഇത് കണ്ടറിയാം, അത്രയും കണ്ടീഷനിലാണ്. ഒരു തുള്ളി ഫംഗസോ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് ഫ്രഷ് ഏകദേശം 80 സംതിങ് രൂപ വരുന്നുണ്ട്. ഇത് നമുക്കൊരു 45,000 ആ റേഞ്ചിൽ കൊടുക്കാം. ഇതും സിഗ്മാന്റെ ഫുൾ ഫ്രെയിം ആണ്. 24-70 2.8 DG ലെൻസ്, സിഗ്മാന്റെ DG ലെൻസ് ആണ്. അടിപൊളി ഔട്ടായിരിക്കും. വൈഡും അത്യാവശ്യം സൂമും എടുക്കാം. ഇത് നമുക്കൊരു ഇതും നമുക്കൊരു 45-50 ആ റേഞ്ചിൽ കൊടുക്കാം. ഇത് സിഗ്മാന്റെ തന്നെ 35 ആണ്. 35 1.4 അല്ലേ? ഇത് നമുക്ക് ഏകദേശം 10,74-75 ആ റേഞ്ചിൽ പുതിയ റേറ്റ് വരുന്നതാണ്. ഇത് നമുക്ക് വെറും 21,000 കൊടുക്കാം. 21,000 രൂപക്ക് 35 1.4 ഫംഗ്ഷൻ ഒക്കെ അല്ലേ? അതെ, ഫുൾ ഫ്രെയിം യൂസ് ചെയ്യാൻ പറ്റുന്ന ലെൻസ്. അത്യാവശ്യം നല്ല ലൈറ്റ് ഉള്ളിലേക്ക് കയറും, ലോ ലൈറ്റിലൊക്കെ. 1.4 അപ്പറേച്ചർ അല്ലേ? ടെലിയൊക്കെ കണ്ടല്ലോ. ടെലിയൊക്കെ ഏതൊക്കെയാ സാധനം അമ്മ കണ്ടിട്ടുള്ളത്? 600 150-600 സിഗ്മാന്റെ ലെൻസ്. കനോൺ മൗണ്ട് അല്ലേ? കനോൺ മൗണ്ട്. വൈൽഡ് ലൈഫിനൊക്കെ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സാധനമാണ്. അതെ, വൈൽഡ് ലൈഫ് നമുക്ക് അത്യാവശ്യം അടിപൊളിയായിട്ട് എടുക്കാം. ഇതിപ്പോ ഇതിന്റെ കൂടെ ഒരു ക്രോപ്പ് ബോഡി കൂടെ ആണെന്നിരുന്നെങ്കിൽ നമുക്ക് 1000 ഇതിന്റെ അടുത്ത് സൂം കിട്ടും. നമുക്ക് 80-90 ഒക്കെ ഇടാണെങ്കിൽ പൊള്ളി ഔട്ടാണ്. അതിൽ സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ്. ഇത് റേറ്റ് ഏകദേശം 1 സംതിങ് വരുന്നുണ്ട്. ഫ്രഷിന് വരുന്നുണ്ട്. ഇത് നമുക്കൊരു 40,000 രൂപയ്ക്ക് കൊടുക്കാം. 40,000 രൂപയ്ക്ക് 150-600 കേട്ടോ, സിഗ്മാന്റെ ലെൻസ്. കനോൺ മൗണ്ട്. അടുത്തത് 7200 അല്ലേ? 7200 ആണ്. IS2 ലെൻസ്. IS2 ലെൻസ് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളതാണ്. ഇത് നമുക്കൊരു 45 കൊടുക്കാം. 45,000 രൂപ കേട്ടോ. ക്ലീൻ പീസ്. നല്ല അധികം യൂസേജ് ഇല്ലാത്ത സാധനല്ലേ? ഇതും അത് തന്നെയാണോ? ഇത് 7200 IS1 ആണ്. ഇത് കംപ്ലൈന്റും കാര്യങ്ങളൊന്നുമില്ല. ഇത് നമുക്കൊരു 38 കൊടുക്കാം. 38,000 രൂപ. സ്റ്റെബിലൈസർ വരുന്നുണ്ട്. ഇത് ലെൻസ് ഇത് 7200 തന്നെയാണ്. അപ്പറേച്ചർ 4. ഇത് 2.8 വരിക. ഇത് അപ്പറേച്ചർ 4 വരുന്നത്. ഇത് നമുക്കൊരു 16 ആ റേഞ്ചിൽ. 16,000. ഇത് സിഗ്മാന്റെ 100-400 പറഞ്ഞ ലെൻസ്. നമുക്ക് വൈൽഡ് ലൈഫിന് യൂസ് ചെയ്യാൻ പറ്റുന്ന പുതിയ ലെൻസ് ഒന്നല്ലേ? പുതിയ ലെൻസ് യൂസ് ചെയ്തിട്ടില്ല. ഷോപ്പുകാരന് നമുക്ക് 6 മന്ത് കൊടുക്കാൻ പറ്റും. 6 മാസം വാറന്റി കൊടുക്കാൻ പറ്റും. 6 മാസം വാറന്റി കൊടുക്കാം. ഇത് ഫ്രഷ് വരുന്ന 84 രൂപയാണ്. നമുക്കിതൊരു 38,000 രൂപയ്ക്ക് കൊടുക്കാം. 38,000 രൂപ കേട്ടോ. ഏതാ മൗണ്ട് വരുന്നത്? ഇത് കനോൺ മൗണ്ട് ആണ് വരുന്നത്. കനോണിൽ വരുന്നതാണ്. വിത്ത് ഹുഡ് കാര്യങ്ങളെല്ലാം. അതേപോലെ നമുക്ക് ഈ ഫ്രണ്ടത്തെ ബോഡിയോട് ഇത് M4 M3 ആണ്. M3 എങ്ങനെയാണ്? M3 നമുക്ക് ഈ ബോഡി വരുന്നത് ഏകദേശം
65 ആ റേഞ്ചിൽ വരുന്നുണ്ട്. നമുക്ക് 50 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 50,000 മുതൽ M3 സ്കിന്ന് നമ്മൾ ഇവിടെ ഒട്ടിക്കുന്നല്ലേ? അതെ, നമുക്ക് ഇവിടെ നമുക്ക് നിങ്ങളെ ഏത് ക്യാമറ ആണെങ്കിലും ഇവിടെ സ്കിൻ ഒട്ടിക്കും. ക്യാമറ മൊബൈൽ ആണെങ്കിലും മൊബൈൽ, ലെൻസ്, എന്ത് ഗാഡ്ജറ്റ്സ് ആണെങ്കിലും ഒക്കെ നമ്മൾ അതന്നെ കൈകൊണ്ടല്ല, മിഷൻ കട്ടിങ് ആണ്. അതെ, അതും ബ്രീത്തബിൾ മെറ്റീരിയൽ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മറ്റേ നോർമലി ചെയ്യുന്നത് ഹീറ്റിംഗ് ഇഷ്യൂ വരും. നമുക്ക് ഹീറ്റിംഗ് ഇഷ്യൂ വരാതെ ബ്രീത്തബിൾ മെറ്റീരിയൽ. M4 എങ്ങനെയാണ്? M4 പറഞ്ഞാല് ജനുവരിയിൽ എടുത്തിട്ടുള്ളൂ. ഏകദേശം 10 മാസം ആയിട്ടുള്ളൂ വാങ്ങിയിട്ട്. ഒരു 2000 ഷട്ടർ അടിച്ചിട്ടുണ്ടാവും മാക്സിമം. ഇത് നമുക്കൊരു വാറണ്ടി ഏകദേശം 2 വർഷത്തെ സംതിങ് വാറണ്ടി ഉണ്ട്. ഫുൾ ബോക്സും കാര്യങ്ങളും എല്ലാം അടക്കം ഒരു 163 ചെയ്യാം. 1,63,000 10 മാസം 12 മാസം 11 മാസമായിട്ടുള്ളൂ. ഓക്കെ, 11 മാസം. ഈ 2 വർഷവും 1 മാസം വാറണ്ടി ബാലൻസും ഉണ്ട്. അതേമാതിരി ഇത് R7 R6 സോറി R6. ഇത് നമുക്കൊരു വീഡിയോ പ്രിഫർ ചെയ്യണ ഒരു മോഡലാണ് R6 എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല വൈഡ് ഡൈനാമിക് റേഞ്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് നമുക്കൊരു 94-95 റേഞ്ചിന് കൊടുക്കാൻ പറ്റും. R6 5D Mark 4 Mark 3. ഇത് Mark 3. ഇത് പക്കാ നീറ്റ് പറഞ്ഞാൽ പുതിയ കണ്ടീഷനിൽ തന്നെ പറയാം. ഇത് നമുക്കൊരു 30 രൂപയ്ക്ക് കൊടുക്കാം. 30,000 രൂപയ്ക്ക് നീറ്റ് 5D Mark 3 കേട്ടോ. Mark 4 നമ്മുടെ സ്റ്റോക്ക് ഉണ്ടോ? ഉണ്ട്. Mark 4 നമുക്ക് റേറ്റ് വരുന്നത് 42 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നല്ലേ. ഇതെന്താ സംഭവം? ഇതെന്ന് പറഞ്ഞാൽ കനോണിന്റെ എക്സ്റ്റൻഡർ എന്ന് പറയും. 2 ആണ് ഇതിന്റെ പവർ വരുന്നത്. നമ്മുടെ അടുത്തുള്ള ലെൻസിന്റെ ഡബിൾ വരും, നേരെ ഡബിൾ. അപ്പൊ നമുക്കിപ്പോ നോക്കുകയാണെങ്കിൽ 600 ഇതിപ്പോ 150-600 അല്ലേ. ഇത് നമുക്ക് ഒരു 1200 റേഞ്ച് 300 to 1200 ഒക്കെ വരുന്ന ലെൻസ് ആണെന്നുണ്ടെങ്കിൽ റേറ്റ് ഒന്ന് ചിന്തിച്ചു നോക്കി. എന്ത് വില വരില്ല അതിന് നമ്മൾ എന്ത് ചെയ്യാ, ഇത് ഇട്ട് കഴിഞ്ഞാല് 1200 ആണ് ഇതിന്റെ ഫോക്കൽ. 600 അതിന്റെ ഡബിൾ ആയി മാറും. അതെ, അതിപ്പോ ഇത് മാത്രല്ല ഏത് ഏത് ടെലിക്കും ഇത് യൂസ് ചെയ്യാം. ഇതിപ്പോ 7200 ഇട്ടാ 140 ഡബിൾ ആയി 400 ആയി. എങ്ങനെയാണ് അതിന്റെ റേറ്റ് വരുന്നത്? ഇത് ഫ്രഷ് ഏകദേശം 40-something ഉറുപ്പ്യ വരുന്നുണ്ട്. നമുക്ക് ഏകദേശം ഒരു 20 ഉറുപ്പ്യക്ക് കൊടുക്കാം. 20,000 രൂപ അൺയൂസ്ഡ് ആയിട്ടുള്ള സാധനം. യൂസ് ചെയ്ത സാധനം 20,000 രൂപ കേട്ടോ. അതുപോലെ നമുക്ക് സോണിയുടെ ലെൻസുകൾ സോണി നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ലെൻസുകളും അവൈലബിൾ ആണ്. ഇത് 28 വൈഡ് ആയിട്ട് വരുന്നതാണ്. പിന്നെ 60 ഉണ്ട്, പിന്നെ 35 വരുന്നുണ്ട്. 35 ഒക്കെ ഒരു 28 ആ റേഞ്ചിൽ. 85 ഉണ്ടോ? സീസിന്റെ 85 ബാറ്റിസിന്റെ സീസ് 1.8 ഒരു 28-30 ആ റേഞ്ചിൽ കൊടുക്കാം. 1.8 സിഗ്മാന്റെ 2470 ആണത്. 2.8 DGDN പുതിയ മോഡലാണ്. 80-something ഉറുപ്പ്യ പുതിയ വില ഉണ്ട്. നമുക്കൊരു ഇത് എടുത്തിട്ട് 4 മാസം അങ്ങാനായിട്ടുള്ളൂ. വാറണ്ടി ബാലൻസ് ആണ്. ഇത് നമുക്കൊരു 65-66 ആ റേഞ്ച് കൊടുക്കാം. 90D നമുക്ക് വൈൽഡ് ലൈഫിനും കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുക. വീഡിയോഗ്രാഫി കണ്ടില്ലേ, യൂസ് ചെയ്തിട്ട് വൈൽഡ് ലൈഫിനും പറ്റും, വീഡിയോഗ്രാഫി പറ്റും. എങ്ങനെയാ റേറ്റ് വരുന്നത്? ഇത് നമുക്കൊരു 55 കൊടുക്കാം. 55,000 പക്ക കണ്ടീഷൻ. ഓക്കെ, അടുത്ത് ഈ ബോക്സ് പീസ് സാധനങ്ങളൊക്കെ 200 Mark 2 ആണ്. ഇത് 6 month വാറണ്ടി അടക്കം നമുക്കൊരു 38 കൊടുക്കാം. 6 മാസം വാറണ്ടി അടക്കം 38,000 രൂപ അല്ലേ. അതുപോലെ 6.6 പുതിയ റേറ്റ് നമുക്ക് കിറ്റ് ലെൻസും കാര്യങ്ങളും എല്ലാം അടക്കം ഒരു 55 കൊടുക്കാം. 55,000 രൂപ അല്ലേ. 6.4 നമുക്കൊരു 52,000 കൊടുക്കാം. 52,000 രൂപ അല്ലേ. നല്ല കണ്ടീഷൻ അല്ലേ? നല്ല കണ്ടീഷൻ. ZV-10 ഒക്കെ നമുക്കൊരു ഇത് വ്ളോഗിങ്ങിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണ്. ഫ്ലിപ്പും കാര്യങ്ങളും ടച്ചും വരുന്നുണ്ട്. നമുക്കൊരു 48 ചെയ്യാം. 48,000 രൂപയ്ക്ക്. R7 റേറ്റ് വരുന്നത് ഈ 48 പറഞ്ഞാല് പിന്നെ പുതിയ സാധനം കേട്ടോ. എടുത്തിട്ട് 3 മാസമായി വാറണ്ടി ഉണ്ടാവും. 48,000 രൂപ കേട്ടോ. R7 എങ്ങനെയാണ് റേറ്റ് വരുന്നത്? R7 എന്ന് പറഞ്ഞാൽ 1.24 ഫ്രഷിന്റെ വില വരുന്നത്. അതേ കണ്ടീഷൻ 1000ന്റെ അടിയിൽ ഷട്ടർ. ഇത് നമുക്ക് ഒരു 92,000 കൊടുക്കാം. 92,000 രൂപ കേട്ടോ. അതെ, ഇത് R100 അല്ല R100 അല്ലേ, R50 അല്ലേ, സോറി
R50 നമുക്കൊരു 52,000 കൊടുക്കാം with warranty. വാറണ്ടി എങ്ങനെയാ വരുന്നത്? ഒരു 2 മാസമായിട്ടുള്ളൂ, ബാക്കി 22 മാസം വാറണ്ടി. 22 മാസം വാറണ്ടി ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇത് ഫ്രിഡ്ജ് അല്ലേ, XT3 എങ്ങനെയാ റേറ്റ് വരുന്നത്? ഇത് ഫുൾ കിറ്റ് അടക്കം, ഈ ഫ്ലാഷ്, ബാറ്ററി ഗ്രിപ്പ് മൊത്തം ഫുൾ കിറ്റ് അടക്കം നമുക്കൊരു 49,000 കൊടുക്കാം. 49,000. ഇത് 700 ഷട്ടർ അടിച്ചിട്ടുള്ളൂ, പുതിയ സാധനം കേട്ടോ. നമുക്ക് അതേപോലെ തന്നെ M50 Mark II എങ്ങനെ റേറ്റ് വരുന്നത്? ഇത് M50 Mark II വിത്ത് വാറണ്ടി ആണ്. ഇത് നമുക്കൊരു 41,000 ചെയ്യാം. ഓക്കെ. ഈ ലെൻസ് ഏതാണ് ടാംബ്രോന്റെ? ഇത് സോണി ലെൻസ് ആണ്, 18-300, 55,000 രൂപ വിലയുള്ള ലെൻസാണ് പുതിയന്. ഇതും പുതിയ സാധനം തന്നെയാണ്. ഈ സാധനം നമുക്ക് ഒരു 30,000 കൊടുക്കാം. 30,000 രൂപ കിട്ടോ. ഈ ബോക്സിൽ സാധനങ്ങൾ വരുന്നത് ഇതൊക്കെ 6.4 തന്നെയാണ്. 6.4. ഇത് RP റേറ്റ് വരുന്നത്? RP നമ്മൾ നേരത്തെ ഇത് എടുത്തിട്ട് ഒരു മാസമായതാണ്. ഇത് ഏകദേശം 52 ആ റേഞ്ചിൽ വരുന്നത്. 52,000 രൂപ അല്ലേ RP. നമ്മൾ ഡ്രോൺ ചെയ്യുന്നുണ്ടോ? ഡ്രോൺ ചെയ്യുന്നുണ്ട്. എങ്ങനെയാ സ്റ്റാർട്ടിങ് ഡ്രോൺ വരുന്ന റേറ്റ്? ഡ്രോൺ സ്റ്റാർട്ടിങ് വരെ 25,000 വരിക. മിനി 1 എന്ന് പറഞ്ഞ മോഡല്. മിനി 2 ആണ്, 4K വരുന്നതാണ്. 4K ഡ്രോൺ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നമുക്കൊരു 35,000 ചെയ്യാൻ പറ്റും. 35,000 രൂപയ്ക്ക് 4K ഇത് ചെയ്യാൻ പറ്റും. ഇതെന്താ വെച്ചാല് 249 ആയതുകൊണ്ട് തന്നെ നമുക്ക് ലൈസൻസിന്റെ ഇഷ്യൂ വരുന്നില്ല. പറത്തും ചെയ്യാം. നമ്മളതേമാതിരി ട്രൈപോഡ് എല്ലാ സാധനങ്ങളും വീഡിയോ, ട്രൈപോഡ്, ഗിംബല്, ലൈറ്റ് എല്ലാം, ക്യാമറ, പിന്നെ ഇത് മെമ്മറി കാർഡ്, എല്ലാ സാധനങ്ങളും. ഇനിയിപ്പോ എന്തെങ്കിലും വിളിക്കുന്ന സമയത്ത് അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മള് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. നിങ്ങൾ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്? കറക്റ്റ് ലൊക്കേഷൻ നമുക്ക് മുക്കം ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് അഭിലാഷ് തിയേറ്റർ ഉണ്ട്. അതിന്റെ തൊട്ടടുത്താണ് നെഫ്ന. കോഴിക്കോട് വരികയാണെങ്കിൽ മുക്കം ബസ് വരാം, അഭിലാഷ് തിയേറ്റർ പറഞ്ഞാൽ മതി, അവിടെ ഇറക്കി തരും. അവിടെ തൊട്ടടുത്ത് തന്നെ നെഫ്ന കോംപ്ലക്സിൽ ഫസ്റ്റ് ഫ്ലോർ. ഒന്ന് അതിലെ നമ്പർ എന്ന് പറയോ? നമ്പർ 9946 12 18 28. അപ്പൊ സബ്സ്ക്രൈബേഴ്സിൽ വരികയാണെങ്കിൽ പറ്റുന്നമാർ എന്തൊക്കെയാണ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇനി പറയില്ല, ഈ നമ്പറിൽ കിട്ടാത്തൊരു ഒരു നമ്പർ കൂടി എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഞാൻ പറയാം, താഴെ കൊടുക്കാം, അല്ലെ വീഡിയോയിൽ ആഡ് ചെയ്യാം നമ്പർ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഡിസ്കൗണ്ട് ആരും മറക്കണ്ട കേട്ടോ.